റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് തോൽപ്പിച്ചതെന്ന വെളിപ്പെടുത്തലുമായി മുൻമന്ത്രി BK ജയലക്ഷ്മി. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വീടുകളിൽ കയറി തനിക്ക് വോട്ട് ചെയ്യരുതെന്ന് പ്രവർത്തകർ പ്രചരിപ്പിച്ചു. പോസ്റ്ററുകൾ പുഴയിൽ ഉപേക്ഷിച്ചെന്നും ജയലക്ഷ്മി തുറന്നടിക്കുന്നു. UDF കൺവെൻഷനിലായിരുന്നു ജയലക്ഷ്മിയുടെ പ്രതികരണം. ഒരുപാട് ചതികൾ ഒരുക്കി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് BK ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആളുകളടക്കമുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് ഇനി അത്തരത്തിലുള്ള ചതി ഒരു പാവപ്പെട്ട സഹോദരിയെ എനിക്കുണ്ടായ ഒരു അനുഭവം അന്ന് BK ജയലക്ഷ്മി മാത്രമല്ല UDFന്റെ സ്ഥാനാർത്ഥിയാണ്. BK ജയലക്ഷ്മി അല്ല ഇവിടെ തോറ്റത്. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, തനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും താൻ എങ്ങനെയാണ് തോറ്റുപോയത് എന്ന് കൃത്യമായി തന്നെ ഒരുപക്ഷെ ആ വേദിയിൽ തന്നെ ഉള്ളവരുടെ മുഖത്തു നോക്കി പറയുകയാണ് ജയലക്ഷ്മി. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും പറയാതിരുന്ന ഒരു വെളിപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ്, കൺവെൻഷനിലാണ് പറയുന്നത് എന്നതുകൂടി ഓർക്കണം ദീപക്. വിനീത, കഴിഞ്ഞ ദിവസം മാനന്തവാടി മണ്ഡലത്തിലെ വെള്ളമുണ്ടയിൽ നടന്ന UDFന്റെ കൺവെൻഷനിലാണ് മുൻ മന്ത്രിയും ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ PK ജയലക്ഷ്മി മുന്നണിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അതായത് 2 തവണ മാനന്തവാടി മണ്ഡലത്തെ മത്സരിച്ച ആളായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാണ് PK ജയലക്ഷ്മി പറഞ്ഞത്. അതിൽ പ്രധാനമായും PK ജയലക്ഷ്മി പറയുന്ന ഒരു കാര്യം, ഈ പ്രചരണ സമയത്ത്, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്റെ പോസ്റ്ററുകൾ മാനന്തവാടിയിലെ ചില പുഴകളിൽ ഒഴുക്കി, അതോടൊപ്പം അനൗൺസ്മെന്റിന് വിട്ട വാഹനം മരത്തണലിൽ നിർത്തി വാഹനത്തിൽ കിടന്നുറങ്ങി, ഏറ്റവും ഒടുവിലായി വീടുകളിൽ കയറി PK ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യരുതെന്ന് UDFിലുള്ള കോൺഗ്രസിൽ പ്രവർത്തകർ തന്നെ പറഞ്ഞു. ആ ആളുകളെ തനിക്കറിയാം, ആളുകളുടെ പേര് പറയുന്നില്ല എന്നാണ് പ്രധാനമായും വലിയ വിമർശനമായി മുൻമന്ത്രി PK ജയലക്ഷ്മി ഉന്നയിച്ചത്. നേരത്തെ മാനന്തവാടി മണ്ഡലത്തെ സംബന്ധിച്ച് നേരത്തെ മാനന്തവാടിയുടെ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്നു ആ സമയത്താണ് തിരഞ്ഞെടുപ്പൊക്കെ വന്നത്. പക്ഷേ പിന്നീട് ജയലക്ഷ്മി വലിയ തോൽവിയിലേക്ക് പോയി. ആ തോൽവിക്ക് കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ PK ജയലക്ഷ്മിക്കെതിരെ പടയൊരുക്കമുണ്ടായതാണ് എന്ന് കോൺഗ്രസിലെ പല പ്രവർത്തകരും പറയാതെ പറയുന്ന പരസ്യമായ രഹസ്യമാണ്. അതാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കൺവെൻഷനിൽ PK ജയലക്ഷ്മി പറഞ്ഞു വെച്ചത്. തന്റെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായ ഉഷ വിജയനാണ് ഇത്തവണ അവിടെ നിന്ന് മത്സരിക്കുന്നത്. ആ ഉഷ വിജയനെ ഇത്തരത്തിലൊരു അനീതി നേരിടരുത്, അവരെ ഒപ്പം നിർത്തണം. അതോടൊപ്പം ഇത്തരത്തിൽ തന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിക്കുള്ളിലെ ആളുകളെ തിരിച്ചറിയണം, അങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് പറഞ്ഞു വെച്ചാണ് ശരി ദീപക് മോഹൻ, ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തോൽപ്പിച്ചു, വോട്ട് ചെയ്യരുതെന്ന് വീട് കയറി പറഞ്ഞു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. മാത്രമല്ല തന്റെ പോസ്റ്ററുകൾ പുഴയിൽ എറിഞ്ഞു, ഓരോ വീട്ടിലും ചെന്ന് ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അത്തരമൊരു അനുഭവം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയലക്ഷ്മി താൻ എങ്ങനെയാണ് തോറ്റുപോയത് എന്നത് വിശദീകരിക്കുന്നത്. പാർട്ടിയിലുള്ളവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ തുറന്നടിക്കുന്നത്.